വ്യക്തികളെ, അധ്യക്ഷൻ പ്രഹ്ലാദേട്ടൻ, അതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, മറ്റു സദസ്യരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എളിമയോടുള്ള നമോവാണ്. ഒത്തിരി സന്തോഷവും അഭിമാനവും സെൽഫ് റെസ്പെക്റ്റും അതുപോലെ ഉപദ്രവമല്ലാത്ത ഒരു കുഞ്ഞ് അഹങ്കാരവും നിറഞ്ഞ മനസ്സുകളുടെ ഇടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്, അല്ലേ? നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലീറ്റ്നെസ് ഉണ്ടാവുന്നത് ഒരു അംഗീകാരം അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടുമ്പോഴാണ്. അതിൻ്റെ കംപ്ലീറ്റ്നെസ്, നമ്മൾ ചെയ്ത അധ്വാനത്തിന്റെ പൂർണ്ണത എത്തി നിൽക്കുന്നത് ഈ അംഗീകാരത്തോടു കൂടിയാണ്. നമുക്കറിയാം, നമ്മളുടെ എല്ലാവരുടെയും കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് ആദ്യം നമ്മൾ എത്തുന്നത് അമ്മയ്ക്ക് മുന്നിലാണ്, അല്ലെ? അമ്മയോട് പറയണം, അമ്മേ ഞാനിത് ചെയ്തു. അമ്മ മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി. ഓ, അമ്മയ്ക്ക് എത്രയോ പണി ഉണ്ടാവും അതിൻ്റെ ഇടയിൽ കൂടി. ഓ, അവളുടെ അല്ലെങ്കിൽ അവൻ്റെ ഒരു കാര്യം, എനിക്ക് വേറെ പണിയില്ല, നീ എന്തോ കാണിച്ചു എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആ കുഞ്ഞു മനസ്സിലുണ്ടാകുന്ന നൊമ്പരം, ആ ഒരു ഭാവം, അതല്ല ആ മോനെ മോളെ അല്ലെങ്കിൽ നീ ഇത് ചെയ്തോ എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സംതൃപ്തി അനുഭവിക്കാത്ത ആളുകൾ ഇവിടെ ഉണ്ടാവില്ല. നമുക്കറിയാം, ചെറിയ കാര്യമാണ്, പക്ഷെ അന്ന് മുതൽ നമ്മളുടെ മനസ്സിൽ അംഗീകാരത്തിന് വേണ്ടിയുള്ള ത്വര നിറയുകയാണ്. പണിഷ്മെന്റ് ആൻഡ് ഗിഫ്റ്റ് എന്നൊരു സൈക്കോളജി സിദ്ധാന്തം തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് നമ്മൾ നിങ്ങളുടെ ഈ കാലത്ത്, നമുക്കറിയാം, ഈ അശ്രദ്ധ അല്ലെങ്കിൽ നെഗ്ലിജൻസ് ഗിവ് ബർത്ത് ടു സിൻ എന്ന് നമ്മുടെ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ചെയ്യുന്ന വയലൻസ്, അതുപോലെ ക്രിമിനൽസ് ജനിക്കുന്നത് ഒരു പക്ഷേ ഈ അവഗണനയിൽ നിന്നാണെന്നാണ് കണ്ടുപിടുത്തങ്ങൾ പറയുന്നത്, റിസർച്ചുകൾ പറയുന്നത്. നേരെ മറിച്ച് മറ്റൊരു വശം കൂടി ഈ അവഗണനകൾക്ക് മുന്നിലുണ്ട്. അതായത് ഇതൊരു ചലഞ്ച് ആക്കി എടുക്കുന്ന ചിലർ. നിങ്ങൾക്ക് അറിയുമോ എന്ന് അറിയില്ല, നമ്മുടെ 2011 അരുണിമ സിൻഹ കേട്ടിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ, പണ്ടത്തെ പോലെയല്ല, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മളെല്ലാവരും അറിയപ്പെടുന്നത്. റീൽസിന്റെ യുഗമാണ്, അല്ലെ? ഇവിടെയുള്ള പലരും ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും പരിചയപ്പെടുന്നതും റീൽസിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇതിലൂടെയാണ്. പക്ഷെ നേരിട്ടുള്ള ബന്ധങ്ങൾ കുറയാണ്. അത് പ്രഹ്ലാദേട്ടൻ പറഞ്ഞതുപോലെ തമ്മിലുള്ള കണക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഇത് പോയിട്ട് അങ്ങനെ നാടോടുമ്പോ നടുവേ ഓടുന്നാണല്ലോ സിനിമകളിലൂടെ പറയുന്നത്. നമുക്ക് ഇതിലൂടെ അങ്ങനെ പോവാം. എങ്കിലും ഇതൊക്കെയാണെങ്കിലും നമ്മൾ കീപ്പ് ചെയ്യാൻ നമുക്ക് ഉള്ള ഒരു മെന്റാലിറ്റി വേണം. ഈ അരുണിമ സിൻഹ എന്നത് വോളിബോൾ താരമായിരുന്നു. ഉത്തർപ്രദേശിലെ ആസാദ് നഗറിൽ ജനിച്ചത്. ആ ധീര വനിത ഒരിക്കൽ ഒരു യാത്ര ചെയ്യായിരുന്നു ട്രെയിനിൽ. അപ്പോ ആ വനിത അവരുടെ മാല മോഷ്ടിക്കാനായി കൊള്ളക്കാരെത്താണ്. എതിർത്ത ആ വനിതയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു. 9 ബോഗികളാണ് അവരുടെ കാലിലൂടെ കയറി ഇറങ്ങി. കാല് നഷ്ടപ്പെട്ടു. ആശുപത്രിയിൽ എത്തി. എല്ലാവരും അവളെ പരിഹസിച്ചു അല്ലെങ്കിൽ ചോദിച്ചു, അയ്യോ നിന്റെ കാലം കഴിഞ്ഞു, ഇനി നീ എങ്ങനെ നിന്റെ ഈ വോളിബോൾ മേഖലയിൽ പ്രശസ്തയാവും എന്ന് ചോദിച്ചു. അരുണിമ വിട്ടില്ല. അവിടെ നിന്നൊരു ശബ്ദം എടുക്കുകയാണ്, ഞാൻ എവറസ്റ്റ് കീഴടക്കും. കൃത്രിമ കാലം വെച്ച് 10 വർഷത്തെ കഠിന പ്രയത്നത്തിലൂടെ ലോകത്തെ ആദ്യ വനിതയായി മാറിയത് അരുണിമ സിൻഹയാണ്. ഈ അവഗണനയിൽ നിന്നും തളരാതെ മുന്നേറുന്നവരും ഉണ്ട്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുക, രണ്ടും നമുക്ക് പരിഗണന കിട്ടിയാലും അംഗീകാരങ്ങൾ കിട്ടിയാലും ഇല്ലെങ്കിലും നമ്മുടെ ശബ്ദവുമായി മുന്നോട്ട് പോവുക. അതാണ് നമ്മൾ എടുക്കേണ്ട ഒരു ശബ്ദം. പിന്നെ മറ്റൊന്ന്, ഇപ്പോഴെല്ലാം ഷാജി സാർ പറഞ്ഞ പോലെ കോമ്പറ്റേറ്റീവ് അറ്റ്മോസ്ഫിയർ ആണല്ലേ.
ഏത് ചെറിയ പ്രീ സ്കൂളുകളിൽ പോലും നഴ്സറികളിൽ പോലും കോമ്പറ്റേറ്റീവ് എക്സാംസ് നടക്കുന്നുണ്ട്. ഒരു തലത്തിൽ അത് നല്ലതാണ്. ഏതൊരു ഫീൽഡിൽ നോക്കിയാലും കോമ്പറ്റീഷനാണ്. എൻട്രൻസ് പരീക്ഷകളിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ സർക്കാരിന്റെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതിയിലും പോലും ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് നിങ്ങൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ള ക്ലാസ്സുകളും അതിനോട് അനുബന്ധിച്ച ക്വസ്റ്റ്യൻസും എക്സാംസും നടക്കുന്നുണ്ട്. നമ്മൾ മത്സരിക്കുകയാണ്. ആ മത്സരിക്കുന്ന 99% പേരും മാത്സര്യ ബുദ്ധിയോടുകൂടി തന്നെയാണ് പഠിക്കുന്നത്. എനിക്ക് കിട്ടണം എന്നുള്ള ഒരു ബുദ്ധിയോട് കൂടി തന്നെയാണ് പഠിക്കുന്നത്. അവർക്കിടയിൽ നിന്നും തിളക്കമായി വന്ന നിങ്ങളെ ഇതുപോലെ ഈ ഒരു അംഗീകാരം നൽകി നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും സെൽഫ് കോൺഫിഡൻസും നേടിയെടുക്കാൻ സഹായിച്ച ഈ ഗ്രാമജ്യോതി ട്രസ്റ്റിനെ നമുക്ക് അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇവിടെയുള്ള പ്രവർത്തനങ്ങളെ ഞാൻ ഇപ്പോ ഷാജി സർ പറഞ്ഞ അറിവിലൂടെ കുറച്ചുകൂടി അതിലേക്ക് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ സന്തോഷമാണ്. നമ്മൾ പറഞ്ഞ പോലെ നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, യു സ്റ്റോപ്പ്, ഡോണ്ട് സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ്, സ്റ്റോപ്പ് അണ്ടിൽ യു ഡൺ. നിങ്ങൾ നേടുന്നത് വരെ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്. ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിക്കുന്നതിനുണ്ട് 1000 തവണ അദ്ദേഹം തോറ്റു. 1000 തവണ, ഒന്നല്ല രണ്ടല്ല, 1000 തവണ തോറ്റു. എല്ലാ ട്രെയിനിൽ ഒരു ലാബ് ഉണ്ടാക്കിയിട്ടാണ് നമ്മുടെ എഡിസൺ ഈ ബൾബ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ ചെയ്യുന്നത്. അവരോട് ഇതുപോലെ പുച്ഛിച്ച് പറഞ്ഞു, നിങ്ങൾ തോറ്റില്ലേ, 1000 തവണ തോറ്റില്ലേ. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാം, 1000 തവണ ഞാൻ തോറ്റതല്ല, 1000 കാരണങ്ങൾ ബൾബ് എങ്ങനെ കേടുവരും എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയത്. ഒരു ബൾബ് കേടുവന്നാൽ ഇങ്ങനെ നന്നാക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ ക്രിയേറ്റീവ് കോർണറുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അന്ന് അതില്ല. എന്നിട്ടും പറഞ്ഞത് ഒരു ബൾബ് കേടുവന്നാൽ അത് ഏതെല്ലാം രീതിയിൽ നന്നാക്കാം എന്നതാണ് ഞാൻ ചെയ്തത്, അല്ലാതെ ഞാൻ തോറ്റിട്ടല്ല. അപ്പോ ഇതാണ് നമുക്ക് പ്രചോദനമാകേണ്ട പല ഉദാഹരണങ്ങളും. പലരും പരാജയത്തിൽ നിന്നാണ് വിജയത്തിലേക്ക് ചേർന്നത്. പലരും ഇപ്പൊ പ്രശസ്തരായ പലരും പരാജയങ്ങളിൽ നിന്നാണ് എത്തിച്ചേർന്നത്. നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സംസ്കൃതം സ്കോളർഷിപ്പ് നേടിയ കുട്ടി, അതായത് അദ്രിന. നമുക്കറിയാം ഇപ്പൊ സ്കൂളുകളിൽ മാത്രമാണ് അല്ലെങ്കിൽ ചില സാംസ്കാരിക മണ്ഡലങ്ങളിൽ മാത്രമാണ് സംസ്കൃതം ഒരു ഭാഷയായി നിൽക്കുന്നത്. അതിനിടയിൽ നിന്ന് നമുക്ക് സ്കോളർഷിപ്പ് നേടിയ അദ്രിനാഥ്, അതുപോലെ LSS USS നേടിയ ധ്യാൻ, ആത്മിക, ധനുർവേദ്, നിരഞ്ജന, USS +2 പരീക്ഷകളിൽ വിജയം കൈവരിച്ച വൈഗ, ശിവാനി, ദേവനന്ദ, ലിയാൻ, വേദ, അനാമിക, ഉണ്ണിമായ, ദേവഗംഗ, വൈഗ, അനുപ്രകാശ് തുടങ്ങി ഇതിൽ പേര് വരാത്ത കുറച്ച് കുട്ടികൾ കൂടി. ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, യു ഡോണ്ട് സ്റ്റോപ്പ് അൺടിൽ യു ഗെയിൻ. നമുക്കൊരു ലക്ഷ്യമുണ്ടോ, ഒരു ഡ്രീം ഉണ്ടോ, ഒരു ഗോൾ ഉണ്ടോ, അവിടെ എത്തിയിട്ടേ നിങ്ങൾ നിർത്താവും നിങ്ങളുടെ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക് വിൽ ഗിവ് യു